ഫോട്ടോ വീഡിയോ എഡിറ്റിങ്ങിനായും നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് മെസ്സേജ് അയക്കാനൊക്കെ ആയിട്ട് നമ്മൾ ഇംഗ്ലീഷ് വാക്കുകൾ പലയിടത്തു നിന്നും കോപ്പി ചെയ്യാറുണ്ട്. ഇങ്ങനെ കോപ്പി ചെയ്യുന്ന വാക്കുകളുടെ പ്രശ്നം എന്തെന്നാൽ ഇത്തരം വാക്കുകളുടെ ഏറ്റവും ആദ്യത്തെ ഒരക്ഷരം മാത്രമായിരിക്കും ക്യാപിറ്റൽ ലെറ്റർ ആയിട്ട് ഉണ്ടാവുക. ബാക്കി മൊത്തം സ്മോൾ ലെറ്റർ ആയിരിക്കും. ചില സമയത്ത് നമ്മൾ കോപ്പി ചെയ്ത മുഴുവൻ ലെറ്ററുകളും സ്മോൾ ലെറ്റർ ആയിരിക്കും. അപ്പോൾ നമുക്ക് പലപ്പോഴും ആവശ്യം മൊത്തത്തിൽ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ ഓരോ വാക്കിൻ്റെയും ആദ്യത്തെ അക്ഷരം ക്യാപിറ്റൽ ലെറ്റർ ആക്കിയിട്ട് നമ്മൾ ഡിസൈനായിട്ടൊക്കെ എഴുതാറുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ വീണ്ടും റീ എഡിറ്റ് ചെയ്യാറാണ് പതിവ്. ഇപ്പം മൊത്തം ക്യാപിറ്റൽ ലെറ്ററാണ് വേണ്ടതെങ്കിൽ മൊത്തത്തിൽ നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് വീണ്ടും എഴുതേണ്ടി വരും. അപ്പോൾ ഈ ഒരു സാഹചര്യം തരണം ചെയ്യാൻ സഹായിക്കുന്ന ഒരു വെബ്സൈറ്റും ആപ്ലിക്കേഷനുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിലൂടെ നിങ്ങൾ കോപ്പി ചെയ്യുന്ന ഇത്തരത്തിലുള്ള ടെക്സ്റ്റുകൾ ക്യാപിറ്റൽ ആയാലും സ്മോൾ ലെറ്റർ ആയാലും എങ്ങനെയായാലും നിങ്ങൾക്ക് ആവശ്യം എങ്ങനെയാണ് അതുപോലെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. അതായത് മൊത്തത്തിൽ ക്യാപിറ്റലാണ് വേണമെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ ആക്കാൻ പറ്റുന്നതാണ്. ഇനി ഓരോ വാക്കിൻ്റെയും ആദ്യത്തെ അക്ഷരം മാത്രമാണ് ക്യാപിറ്റൽ വേണ്ടതെങ്കിൽ അങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. ഇനി നിങ്ങൾക്ക് മൊത്തത്തിൽ ക്യാപിറ്റൽ ലെറ്റർ ഉള്ളത് സ്മോൾ ലെറ്റർ ആക്കണമെങ്കിൽ അതും നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷനും വെബ്സൈറ്റും സഹായിക്കുന്നതാണ്. അതും വെറും ഒറ്റ ക്ലിക്കിൽ നിങ്ങൾ എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ ഇതിനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന ആപ്ലിക്കേഷനും വെബ്സൈറ്റും ഏതാണെന്ന് വീഡിയോയിൽ പറഞ്ഞു തരാം. ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണമെങ്കിലും വെബ്സൈറ്റിലൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ആദ്യം ഇങ്ങനെ ഒരു വെബ്സൈറ്റിലേക്ക് വരേണ്ടതുണ്ട്. ഈ വെബ്സൈറ്റിലേക്ക് വരേണ്ട ലിങ്ക് യൂട്യൂബ് ആണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഫേസ്ബുക്കിലൂടെ വീഡിയോ കാണുന്നവർക്ക് കമൻറ്റ് ബോക്സിൽ QR കോഡായിരിക്കും ഉണ്ടാകുക. QR കോഡ് ഉപയോഗിച്ച് വെബ്സൈറ്റിലേക്ക് വരാൻ അറിയാത്തവരാണ് നിങ്ങളെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോയുടെ അവസാനം എങ്ങനെയാണ് QR കോഡ് സ്കാൻ ചെയ്ത് ഈ വെബ്സൈറ്റിലേക്ക് വരേണ്ടതെന്ന് പറയുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ലഭിച്ചാൽ വളരെ സാവധാനത്തിൽ 10 സെക്കൻഡെങ്കിലും എടുത്ത് താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് താഴെ 2 ലിങ്കുകൾ കാണാം. ക്ലിക്ക് ഹിയർ ടു ഇൻസ്റ്റാൾ ദി ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. രണ്ടാമതായുള്ള വെബ്സൈറ്റ് ലിങ്കിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ഓൺലൈനായിട്ട് വെബ്സൈറ്റിലൂടെ ചെയ്യാൻ സാധിക്കുന്നതാണ്. ആദ്യം ഈ ഒരു ഓപ്ഷൻ ആപ്ലിക്കേഷനിലൂടെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അതിനുശേഷം വെബ്സൈറ്റിലൂടെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യം ഞാൻ ഒരു വെബ്സൈറ്റിൽ നിന്ന് ഒരു ടെക്സ്റ്റ് കോപ്പി ചെയ്യുന്നുണ്ട്. ഒരു ഫ്രണ്ട്ഷിപ്പ് മെസ്സേജാണ്. ഇതുപോലെ വാട്സപ്പിൽ വന്നതായാലും എവിടെ വന്ന ഇംഗ്ലീഷ് ടെക്സ്റ്റ് ആയാലും നമ്മൾ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നേരെ ആപ്ലിക്കേഷനകത്ത് വരാം. ഇത് ആപ്ലിക്കേഷനാണ്. പെർമിഷനും കാര്യമൊന്നും വേണ്ട. ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ ആദ്യം മായ്ച്ച് കളയാം. അതിനുശേഷം ഞാനിപ്പോൾ ആ ടെക്സ്റ്റ് ഇതിലേക്ക് പേസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് കാണാം മൊത്തം സ്മോൾ ലെറ്ററാണ്, ഒന്നും ക്യാപിറ്റൽ ലെറ്റർ ഇല്ല. ഇനി ഇത് ക്യാപിറ്റൽ ലെറ്റർ മാത്രം ആക്കണമെങ്കിൽ ഇവിടെ അപ്പർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ആ ടെക്സ്റ്റ് മൊത്തത്തിൽ ക്യാപിറ്റൽ ലെറ്റർ ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ടൈറ്റിൽ മാത്രമാണ് ക്യാപിറ്റൽ വേണ്ടെങ്കിൽ ആ ടൈറ്റിലിൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ടൈറ്റിലുകൾ മാത്രം അതിൽ ക്യാപിറ്റലായിട്ട് ബാക്കിയൊക്കെ സ്മോൾ ലെറ്ററിലാണ് ഉള്ളത്. ഇതുപോലെ ഇതിനകത്ത് നിന്ന് നിങ്ങൾക്ക് പല രീതിയിൽ ടെക്സ്റ്റിനെ നിങ്ങളുടെ ആവശ്യാനുസരണം മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഒന്നും എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതിൽ പേസ്റ്റ് ചെയ്തിട്ട് അത് കൺവേർട്ട് ചെയ്തിട്ട് കോപ്പി കൊടുത്താൽ മതി. ഇനി ടെക്സ്റ്റ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് കോപ്പി ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. ഡയറക്റ്റ് കോപ്പി അടിച്ചിട്ട് നിങ്ങൾക്ക് ഫോട്ടോ എഡിറ്ററിലോ വീഡിയോ എഡിറ്ററിലോ അല്ല മെസ്സേജ് അയക്കാനോ എന്തിന് വേണമെങ്കിലും ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഇത് ഓൺലൈൻ വെബ്സൈറ്റ് ആണ്. ഇതിനകത്ത് നിന്നും ഇതുപോലെ തന്നെ നിങ്ങൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ലെറ്റർ. ഇത് ഓൺലൈൻ വെബ്സൈറ്റ് ആണ്, ആപ്ലിക്കേഷൻ അല്ല. ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാം അപ്പർ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് ഫുള്ളായിട്ട് നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ ആയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ആവശ്യാനുസരണം പല രീതിയിലേക്ക് ഇതിൽ നിന്ന് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഇതിലും ടെക്സ്റ്റ് കോപ്പി ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്തിട്ടും ചെയ്യാം. അത് ഡൗൺലോഡും ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ടെക്സ്റ്റ് ഡൗൺലോഡും ചെയ്യാം, അല്ലെങ്കിൽ പല രീതിയിലേക്ക് മാറ്റിയെടുത്തിട്ട് നിങ്ങൾക്ക് ടെക്സ്റ്റ് ജസ്റ്റ് ഇവിടെ കോപ്പി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കോപ്പി ചെയ്ത് കിട്ടുന്നതാണ്. ഇനി വീഡിയോ എഡിറ്ററിലോ ഫോട്ടോ എഡിറ്ററിലോ ഏതിലാണ് നിങ്ങൾക്ക് ആവശ്യം അതിലേക്ക് ഇത് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ടും നമുക്ക് അയക്കാൻ പറ്റുന്നതാണ്. QR കോഡ് ഉപയോഗിച്ച് വെബ്സൈറ്റിലേക്ക് വരാൻ അറിയാത്തവർ ഈ QR കോഡ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ ഇതേ QR കോഡ് തന്നെ ഫേസ്ബുക്കിൻ്റെ കമൻറ്റ് ബോക്സിലും കാണാൻ സാധിക്കുന്നതാണ്. അത് നിങ്ങൾ ഗാലറിയിലേക്ക് സേവ് ചെയ്യുക. ശേഷം നിങ്ങളുടെ ക്രോം ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഗൂഗിളിൻ്റെ വെബ്സൈറ്റിലേക്ക് പോകുക. അപ്പോൾ ഗൂഗിളിൻ്റെ സെർച്ച് ബാറിൽ നിങ്ങൾക്ക് ഒരു ക്യാമറയുടെ ഐക്കൺ കാണാം. ആ ക്യാമറയുടെ ഐക്കണിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ക്യാമറയും ഗാലറിയും ഒക്കെ ഓപ്പൺ ആകുന്നതാണ്. ഇനി നിങ്ങൾ സേവ് ചെയ്തെടുത്തതോ സ്ക്രീൻഷോട്ട് എടുത്തതോ ആയിട്ടുള്ള QR കോഡ് ജസ്റ്റ് ഇതുപോലെ സെലക്ട് ചെയ്താൽ അത് സ്കാൻ ചെയ്ത് നടുവിലായിട്ട് നിങ്ങൾക്കൊരു ലിങ്ക് കാണാം. ആ ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിലേക്ക് എത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും. ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരെക്കും ഗുഡ് ബൈ.